ഹായ് ഓൾ, ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് റിവിഷൻ പാർട്ട് 1ൻ്റെ ബാലൻസ് പോർഷനാണ്. ഇതിൽ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസും അതുപോലെ തന്നെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റും അതുപോലെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, പാർട്ട് 1 നമ്മൾ ചെയ്തപ്പോൾ സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത് 26 ജാനുവരി 1950 എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു ചെറിയ മിസ്റ്റേക്ക് ആയിരുന്നു, 26 അല്ല 28 ജാനുവരി 1950 ആണ് സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് നോക്കാം. ആദ്യം ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്നത് ഒഫീഷ്യൽ ക്രിമിനൽ കോഡ് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ ക്രിമിനൽ കോഡാണ്. അതുപോലെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഓഫ് ദി ഇന്ത്യൻ പീനൽ കോഡ് വാസ് പ്രിപ്പയർഡ് ബൈ ഫസ്റ്റ് ലോ കമ്മീഷനാണ്. അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് തോമസ് ബാബിങ്ടൺ മക്കോലെയാണ്. ഫാദർ ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് എന്നറിയപ്പെടുന്നത് തോമസ് ബാബിങ്ടൺ മക്കോലെ. ഇനി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് നോക്കുകയാണെങ്കിൽ IPC സെക്ഷൻ 2 പറയുന്നത് പണിഷ്മെൻറ്റ് ഓഫ് ഒഫൻസസ് കമ്മിറ്റഡ് വിത്തിൻ ഇന്ത്യയിൽ വെച്ച് ചെയ്യുന്ന ഒഫൻസസിൻ്റെ പണിഷ്മെൻറ്റ്. സെക്ഷൻ 3 പണിഷ്മെൻറ്റ് ഓഫ് ഒഫൻസസ് കമ്മിറ്റഡ് ബിയോണ്ട് ബട്ട് വിച്ച് ബൈ ലോ മേ ബി ട്രൈഡ് വിത്തിൻ ഇന്ത്യ. സെക്ഷൻ 22 മൂവബിൾ പ്രോപ്പർട്ടിയെ പറ്റിയാണ് പറയുന്നത്. 23 എന്താണ്, റോങ്ഫുൾ ഗെയിൻ അല്ലെങ്കിൽ റോങ്ഫുൾ ലോസിനെ പറ്റിയാണ് പറയുന്നത്. അടുത്തത് 24th സെക്ഷൻ പറയുന്നത് ഡിസോണസ്റ്റ്ലി. അതുപോലെ സെക്ഷൻ 25 ഫ്രോഡുലൻ്റ്ലി. അടുത്തത് സെക്ഷൻ 53 പണിഷ്മെൻറ്റ്സ്. IPCയിൽ പറയുന്നത് ആകെ 5 ടൈപ്പ് പണിഷ്മെൻറ്റ്സിനെ കുറിച്ചാണ്. ഒന്ന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഡെത്ത് പെനാലിറ്റി, പിന്നെ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ്, പിന്നെ ഇംപ്രിസൺമെൻറ്റ് അത് റിഗറസ് ഓർ സിമ്പിൾ ആയിരിക്കാം. നാലാമത് തന്നെ ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി, അഞ്ചാമത്തെ ഫൈന്. ഇതാണ് 5 ടൈപ്പ് ഓഫ് പണിഷ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ 73 പറയുന്ന സോളിറ്ററി കൺഫൈൻമെൻ്റ് ആണ്. 77 ആക്ട് ഓഫ് ജഡ്ജസ് വെൻ ആക്ടിങ് ജുഡീഷ്യലി. സെക്ഷൻ 80 ആക്സിഡൻറ്റ് ഇൻ ഡൂയിങ് എ ലോഫുൾ ആക്ട്, ഒരു ലോഫുൾ ആയിട്ടുള്ള ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആക്സിഡൻറ്റ്. 82 ആക്ട് ഓഫ് എ ചൈൽഡ് അണ്ടർ 7 years ഓഫ് ഏജ്. 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഒഫൻസ് അല്ല എന്നാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. പിന്നെ ആക്ട് ഓഫ് എ ചൈൽഡ് എബോവ് 7 ആൻഡ് അണ്ടർ ദി ഏജ് ഓഫ് 12 years, അത് ബേസ് ചെയ്തിരിക്കുന്ന ഇമ്മച്യൂർ അണ്ടർസ്റ്റാൻഡിങ്. ഈ കുട്ടികൾക്ക് ഇത് തെറ്റാണെന്ന് മനസ്സിലാവാനുള്ള ഒരു മെൻ്റൽ എബിലിറ്റി ഉണ്ടോ എന്ന്, മെച്യൂരിറ്റി ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഇവിടെ പണിഷ്മെൻറ്റ് കൊടുക്കണോ എന്ന് തീരുമാനിക്കുന്നത്. ദെൻ 84 ആക്ട് ഓഫ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡുള്ള ഒരാളുടെ ചെയ്യുന്ന ആക്ടുകൾക്ക് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. അടുത്ത സെക്ഷൻ 96 ആണ് തിങ്സ് ഡൺ ഇൻ പ്രൈവറ്റ് ഡിഫെൻസിൽ ചെയ്യുന്ന കാര്യങ്ങൾ. സെക്ഷൻ 97 ഓഫ് IPC പറയുന്ന റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫെൻസ് ഓഫ് ദി ബോഡി ആൻഡ് പ്രോപ്പർട്ടി ആണ്. 98 റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫെൻസ് എഗനസ്റ്റ് ദി ആക്ട് ഓഫ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. 99 ആക്ട്സ് എഗനസ്റ്റ് വിച്ച് ദർ ഈസ് നോ പ്രൈവറ്റ് ഡിഫെൻസ് ഇല്ലാത്ത കാര്യങ്ങൾ. ഇനി 120A പറയുന്ന ഡെഫിനിഷൻ ഓഫ് ക്രിമിനൽ കോൺസ്പിറസി ആണ്. 120B പണിഷ്മെൻറ്റ് ഓഫ് ക്രിമിനൽ കോൺസ്പിറസി. അടുത്ത 124A ആണ്, അത് സെഡിഷനാണ്. സെഡിഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിനെതിരെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതാണ് 124A. അടുത്ത സെക്ഷൻ 141 ആണ് അൺലോഫുൾ അസംബ്ലി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് 141. 142 ബീങ് ദി മെമ്പർ ഓഫ് അൺലോഫുൾ അസംബ്ലി. 143 ആണ് പണിഷ്മെൻറ്റ് ഓഫ് അൺലോഫുൾ അസംബ്ലിയെ പറ്റി പറയുന്നത്. 144 എന്താണ്, ജോയിനിങ് അൺലോഫുൾ അസംബ്ലി ആംഡ് വിത്ത് ഡെഡ്ലി വെപ്പണുമായിട്ട് അൺലോഫുൾ അസംബ്ലിയിൽ ജോയിൻ ചെയ്യുന്നു. 145 ജോയിനിങ് ഓർ കണ്ടിന്യൂയിങ് ഇൻ അൺലോഫുൾ അസംബ്ലി knowing it has been commanded to disperse. Then 146 പറയുന്നത് റയോട്ടിങ്ങിനെ പറ്റിയാണ്. 147 പണിഷ്മെൻറ്റ് ഫോർ റയോട്ടിങ്. Then 148 റയോട്ടിങ് ആംഡ് വിത്ത് ഡെഡ്ലി വെപ്പൺ. Then 149 every member of unlawful assembly guilty of offence committed in prosecution of common object.
അടുത്ത് നോക്കാം. സെക്ഷൻ 159 ആണ് അഫ്രേ പറയുന്നത്. 160 പണിഷ്മെൻറ്റ് ഫോർ കമ്മിറ്റിംഗ് അഫ്രേ. 171A കാൻഡിഡേറ്റ് അതുപോലെ ഇലക്ട്രൽ റൈറ്റിനെ പറ്റിയൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് 171A ആണ്. 171B എന്ന് പറയുന്നത് ബ്രൈബറി ആണ്. 171C അൺഡ്യൂ ഇൻഫ്ലുവൻസ് അറ്റ് ഇലക്ഷൻ. ആൻഡ് 171D ആണ് പേഴ്സണേഷൻ അറ്റ് ഇലക്ഷൻസ്. ആൻഡ് 171E എന്ന് പറയുന്നത് ബ്രൈബറിയുടെ പണിഷ്മെൻ്റ് ആണ്. 171F എന്ന് പറയുന്നത് അൺഡ്യൂ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ പേഴ്സണേഷൻ അറ്റ് ആൻ ഇലക്ഷൻ, അതിൻ്റെ പണിഷ്മെൻ്റ് ആണ് 171F പറയുന്നത്. അടുത്ത സെക്ഷൻ 192 ആണ്. ഇത് ഫാബ്രിക്കേറ്റിംഗ് ഫോൾസ് എവിഡൻസ്. ഫോൾസ് എവിഡൻസ് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് സെക്ഷൻ 192 പറയുന്നത്. 193 ആണെങ്കിൽ ഇതിൻ്റെ പണിഷ്മെൻ്റ് ആണ് 193. ഇനി സെക്ഷൻ 231 ആണ് കൗണ്ടർഫീറ്റിംഗ് ഓഫ് കോയിൻസ്. അതിൽ 232 കൗണ്ടർഫീറ്റിംഗ് ഓഫ് ഇന്ത്യൻ കോയിൻസിനെ പറ്റിയാണ് പറയുന്നത്. സെക്ഷൻ 268 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പബ്ലിക് nuisance ആണ്. ദെൻ സെക്ഷൻ 269 ആണെങ്കിൽ നെഗ്ലിജൻ്റ് ആക്ട് ലൈക്ലി ടു സ്പ്രെഡ് ദി ഇൻഫെക്ഷൻ ഓഫ് ഡിസീസ് ഡേഞ്ചറസ് ടു ലൈഫ്. അതുപോലെ 270 പറയുന്ന മാലിഗ്നൻ്റ് ആക്ട് ലൈക്ലി ടു സ്പ്രെഡ് ഇൻഫെക്ഷൻ ഓഫ് ഡിസീസസ് ഡേഞ്ചറസ് ടു ലൈഫ്. അടുത്ത സെക്ഷൻ 271 ആണ്. സെക്ഷൻ 271 പറയുന്നത് ഡിസൊബീഡിയൻസ് ടു ക്വാറൻറ്റൈൻ റൂളാണ്. ക്വാറൻറ്റൈന് ഡിസൊബീഡിയൻസ് ചെയ്യുക. അടുത്തത് 272 അഡൾട്രേഷൻ ഓഫ് ഫുഡ് ഓർ ഡ്രിങ്ക് ഇൻറ്റൻഡഡ് ഫോർ സെയിൽ. ദെൻ 273 സെയിൽ ഓഫ് നോക്ഷ്യസ് ഫുഡ് ഓർ ഡ്രിങ്ക്. ആൻഡ് 274 ആണ് അഡൾട്രേഷൻ ഓഫ് ഡ്രഗ്സ്. ദെൻ 275 പറയുന്ന സെയിൽ ഓഫ് അഡൾട്രേറ്റഡ് ഡ്രഗ്സ്. 276 സെയിൽ ഓഫ് ഡ്രഗ് ആസ് എ ഡിഫറെൻറ്റ് ഡ്രഗ് ഓർ പ്രിപ്പറേഷൻ. 277 ഇമ്പോർട്ടൻ്റ് ആണ്, ഫൗളിംഗ് വാട്ടർ ഓഫ് പബ്ലിക് സ്പ്രിംഗ് ഓർ റിസർവിയോയർ. 278 പറയുന്നത് മേക്കിംഗ് അറ്റ്മോസ്ഫിയർ നോക്ഷ്യസ് ടു ഹെൽത്ത്. ആൻഡ് 279 റാഷ് ഡ്രൈവിംഗ് ഓർ റൈഡിംഗ് ഓൺ എ പബ്ലിക് വേ. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് 299 കൾപ്പബിൾ ഹോമിസൈഡ് ആണ്. ദെൻ 300 ആണ് മർഡറിനെ പറ്റി പറയുന്നത്. 301 പറയുന്നത് കൾപ്പബിൾ ഹോമിസൈഡ് ബൈ കോസിങ് ഡെത്ത് ഓഫ് എ പേഴ്സൺ അതർ ദാൻ പേഴ്സൺ ഹൂസ് ഡെത്ത് വാസ് ഇൻറ്റൻറ്റഡ്. ആൻഡ് 302 ആണ് മർഡറിൻ്റെ പണിഷ്മെൻറ്റിനെ പറ്റി പറയുന്നത്. 303 പറയുന്ന പണിഷ്മെൻറ്റ് ഫോർ മർഡർ ബൈ ലൈഫ് കൺവിക്റ്റ്. 304 ആണെങ്കിൽ പണിഷ്മെൻറ്റ് ഫോർ കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ. സെക്ഷൻ 304A പറയുന്നത് കോസിങ് ഡെത്ത് ബൈ നെഗ്ലിജൻസും. 304B ആണ് ഡൗറി ഡെത്തിനെ പറ്റി പറയുന്നത്. 305 പറയുന്ന അബറ്റ്മെൻറ്റ് ഓഫ് സൂയിസൈഡ് ഓഫ് എ ചൈൽഡ് ഓർ ഇൻസെയിൻ പേഴ്സൺ. 306 ആണ് അബറ്റ്മെൻറ്റ് ഓഫ് സൂയിസൈഡും. 307 പറയുന്ന അറ്റംപ്റ്റ് ടു മർഡർ, കൊലപാതക ശ്രമമാണ്. 308 അറ്റംപ്റ്റ് ടു കമ്മിറ്റ് കൾപ്പബിൾ ഹോമിസൈഡും. ആത്മഹത്യാ ശ്രമത്തെപ്പറ്റി പറയുന്നത് 309 ആണ്. അടുത്ത സെക്ഷൻ ഹേർട്ട്. സെക്ഷൻ 319 ആണ് ഹേർട്ടിനെ പറ്റി പറയുന്നത്. 320 ഗ്രീവിയസ് ഹേർട്ട്. 321 വോളണ്ടറിലി കോസിങ് ഹേർട്ട്. ദെൻ 322 പറഞ്ഞ വോളണ്ടറിലി കോസിങ് ഗ്രീവിയസ് ഹേർട്ടാണ്. 323 പറയുന്ന പണിഷ്മെൻറ്റ് ഫോർ വോളണ്ടറിലി കോസിങ് ഹേർട്ട്. ആൻഡ് സെക്ഷൻ 324 വോളണ്ടറിലി കോസിങ് ഹേർട്ട് ബൈ ഡേഞ്ചറസ് വെപ്പൺസ്. ഇനി 325 ആണ് പണിഷ്മെൻറ്റ് പറയുന്നത്, പണിഷ്മെൻറ്റ് ഫോർ വോളണ്ടറിലി കോസിങ് ഗ്രീവിയസ് ഹേർട്ട്. സെക്ഷൻ 326 വോളണ്ടറിലി കോസിങ് ഗ്രീവിയസ് ഹേർട്ട് ബൈ ഡേഞ്ചറസ് വെപ്പൺസ്. അടുത്തത് സെക്ഷൻ 339 ആണ് റോങ്ഫുൾ റിസ്ട്രെയിൻമെൻറ്റും. സെക്ഷൻ 340 പറയുന്ന റോങ്ഫുൾ കൺഫൈൻമെൻറ്റുമാണ്. ദെൻ സെക്ഷൻ 341 ആണ് പണിഷ്മെൻറ്റ് ഫോർ റോങ്ഫുൾ റിസ്ട്രെയിൻമെൻറ്റ്. ആൻഡ് സെക്ഷൻ 342 പണിഷ്മെൻറ്റ് ഫോർ റോങ്ഫുൾ കൺഫൈൻമെൻറ്റ്. ഇനി 343 എന്ന് പറയുന്നത് റോങ്ഫുൾ കൺഫൈൻമെൻറ്റ് ഫോർ 3 or more days, 3 അതിലധികമോ ദിവസം റോങ്ഫുൾ ആയിട്ട് കൺഫൈൻ ചെയ്യുന്നു. അടുത്ത സെക്ഷൻ 349 ആണ് ഫോഴ്സ്. എന്താണ് ഫോഴ്സ് എന്ന് പറയുന്നത്? 350 വരുമ്പോൾ ക്രിമിനൽ ഫോഴ്സിനെ പറ്റിയാണ് പറയുന്നത്. സെക്ഷൻ 351 ആണ് അസോൾട്ട്. ദെൻ സെക്ഷൻ 359 ആണ് കിഡ്നാപ്പിങ്ങും. 360 കിഡ്നാപ്പിംഗ് ഫ്രം ഇന്ത്യ ആണ്. സെക്ഷൻ 361 എന്ന് പറയുന്നത് കിഡ്നാപ്പിംഗ് ഫ്രം ലോഫുൾ ഗാർഡിയൻഷിപ്പ്. ദെൻ 362 അബ്ഡക്ഷൻ. ആൻഡ് സെക്ഷൻ 363 ആണ് പണിഷ്മെൻറ്റ് ഫോർ കിഡ്നാപ്പിംഗ്.
അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 375 റേപ്പാണ്. 376 പണിഷ്മെൻറ്റ് ഫോർ റേപ്പ്. ദെൻ 376A എന്ന് പറയുന്നത് പണിഷ്മെൻറ്റ് ഫോർ കോസിങ് ഡെത്ത് ഓർ റിസൾട്ടിങ് ഇൻ പെർസിസ്റ്റൻറ്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് ഓഫ് എ വിക്റ്റിമാണ്. Then 376B ആണ് സെക്ഷൽ ഇൻ്റർകോഴ്സ് ബൈ ഹസ്ബൻഡ് അപ്പോൺ ഹിസ് വൈഫ് ഡ്യൂറിങ് സെപ്പറേഷൻ. ദെൻ 376C പറയുന്ന സെക്ഷൽ ഇൻ്റർകോഴ്സ് ബൈ എ പേഴ്സൺ ഇൻ അതോറിറ്റി. 376D ആണ് ഗ്യാങ് റേപ്പ്. അടുത്തത് 378 ആണ് തെഫ്റ്റ് ആണ്. അതിൻ്റെ പണിഷ്മെൻറ്റ് ഓഫ് തെഫ്റ്റ് പറയുന്ന 379 ആണ്. എക്സ്റ്റോർഷൻ പറയുന്ന 383യും അതിൻ്റെ പണിഷ്മെൻറ്റ് 384 ആണ്. ഇനി റോബറി വരുന്നത് 390 ആണ്. സെക്ഷൻ 390 റോബറി. 391 ആണ് ഡക്കോയിറ്റി. പണിഷ്മെൻറ്റ് ഫോർ റോബറി പറയുന്ന 392വും അറ്റംപ്റ്റ് ടു കമ്മിറ്റ് റോബറി ആണെങ്കിൽ സെക്ഷൻ 393. ദെൻ 394 വോളണ്ടറിലി കോസിങ് ഹേർട്ട് ഇൻ കമ്മിറ്റിംഗ് റോബറി. 395 പറയുന്ന പണിഷ്മെൻറ്റ് ഫോർ ഡക്കോയിറ്റി ആൻഡ് 396 ഡക്കോയിറ്റി വിത്ത് മർഡർ. ഇനി സെക്ഷൻ 405 ആണ് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റിനെ പറ്റി പറയുന്നത്. അതിൻ്റെ പണിഷ്മെൻറ്റ് 406 പറയുന്നത്. അടുത്തത് മിസ്ചീഫ്. സെക്ഷൻ 425 ആണ് മിസ്ചീഫ്. അതിൻ്റെ പണിഷ്മെൻറ്റ് 426 പറയുന്നത്. 441 ക്രിമിനൽ ട്രെസ്പാസിനെ പറ്റിയാണ് പറയുന്നത്. സെക്ഷൻ 442 ആണ് ഹൗസ് ട്രെസ്പാസ്, വീട്ടിൽ അതിക്രമിച്ച് കയറുന്നതാണ്. 443 എന്ന് പറയുന്ന ലർക്കിംഗ് ഹൗസ് ട്രെസ്പാസും 444 ലർക്കിംഗ് ഹൗസ് ട്രെസ്പാസ് ബൈ നൈറ്റ്. അടുത്ത 445 ഹൗസ് ബ്രേക്കിംഗ് ആണ്. 446 ഹൗസ് ബ്രേക്കിംഗ് ബൈ നൈറ്റ്. ഇനി ക്രിമിനൽ ട്രെസ്പാസിൻ്റെ പണിഷ്മെൻറ്റ് സെക്ഷൻ 447 ഹൗസ് ട്രെസ്പാസിൻ്റെ പണിഷ്മെൻറ്റ് 448 പറയുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് ഫോർജറി. സെക്ഷൻ 463 ആണ് ഫോർജറിയെ പറ്റി പറയുന്നത്. മേക്കിംഗ് എ ഫോൾസ് ഡോക്യുമെൻ്റ് വരുന്നത് 464. പണിഷ്മെൻറ്റ് ഫോർ ഫോർജറി സെക്ഷൻ 465 ഡിഫൈൻ ചെയ്യുന്നത്. ഇനി അഡൾട്ടറിയെ പറ്റി പറയുന്നത് സെക്ഷൻ 497 ആണ്. ഡിഫേമേഷൻ 499. പണിഷ്മെൻറ്റ് ഫോർ ഡിഫേമേഷൻ ആണ് സെക്ഷൻ 500 പറയുന്ന. ഡിഫേമേഷൻ എന്ന് പറഞ്ഞാൽ ഒരാളെ മോശമായി ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ് ഡിഫേമേഷൻ. ഇനി സെക്ഷൻ 503 ക്രിമിനൽ ഇൻറ്റിമിഡേഷനെ പറ്റി പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് ഇന്ത്യൻ പീനൽ കോഡിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ആണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 ഇതിൽ ഇമ്പോർട്ടൻറ്റ് സെക്ഷനിൽ ഒന്നാമത്തെ 2 ക്ലോസ് A ആണ്. സെക്ഷൻ 2 ക്ലോസ് A. ഇതിലെന്താ പറയുന്നത്? വെൻ വൺ പേഴ്സൺ സിഗ്നിഫൈസ് ടു അനദർ ഹിസ് വില്ലിങ്നെസ് ടു ഡു ഓർ ടു അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് എനിത്തിങ് വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിനിങ് ദി അസെൻറ്റ് ഓഫ് ദാറ്റ് അതർ ടു സച്ച് ആക്ട് ഓർ അബ്സ്റ്റിനൻസ് ഹി ഈസ് സെഡ് ടു മേക്ക് എ പ്രപ്പോസൽ. അതായത് പ്രപ്പോസൽ എന്താണെന്ന് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് ഈ ഒരു സെക്ഷനിൽ. സെക്ഷൻ 2 ക്ലോസ് A ആണ് പ്രപ്പോസൽ എന്താണെന്ന് പറയുന്നത്. ഇനി നമ്മളൊരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റേ ആൾ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അതൊരു പ്രോമീസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ പ്രപ്പോസൽ പ്ലസ് അക്സെപ്റ്റൻസ് ആണ് എന്ത്? പ്രോമീസ് എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ 2 ക്ലോസ് B എന്താണ് പറയുന്നതെന്ന് നോക്കിയാൽ വെൻ ദ പേഴ്സൺ ടു ഹും ദി പ്രപ്പോസൽ ഈസ് മെയ്ഡ് സിഗ്നിഫൈസ് ഹിസ് അസെൻറ്റ് ദെയർ ടു ദ പ്രപ്പോസൽ ഈസ് സെഡ് ടു ബി അക്സെപ്റ്റഡ് ആൻഡ് വെൻ എ പ്രപ്പോസൽ അക്സെപ്റ്റഡ് ഇറ്റ് ബിക്കംസ് എ പ്രോമീസ്. അപ്പോൾ ഒരു പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി? പ്രോമീസായിട്ട് മാറി. ഇതാണ് സെക്ഷൻ 2 ക്ലോസ് Bയിൽ പറയുന്നത്. അടുത്തത് സെക്ഷൻ 2 ക്ലോസ് C ആണ്. ഇതിലാണ് പ്രോമിസറും പ്രോമിസിയെ പറ്റി പറയുന്നത്. ദ പേഴ്സൺ മേക്കിംഗ് ദ പ്രപ്പോസൽ ഈസ് കോൾഡ് പ്രോമിസർ ആൻഡ് ദ പേഴ്സൺ അക്സെപ്റ്റിംഗ് ദി പ്രപ്പോസൽ ഈസ് കോൾഡ് പ്രോമിസി. അപ്പം പ്രപ്പോസൽ മേക്ക് ചെയ്യുന്ന ആളാണ് പ്രോമിസർ, അത് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾ പ്രോമിസി. ഇനി സെക്ഷൻ 2 ക്ലോസ് D ആണ് അടുത്തത്. When at the desire of the promisor, the promisee or any other person has done or abstained from doing or does or abstains from doing or promises to do or to abstain from doing something, such act or abstinence or promise is called a consideration for the promise.
അപ്പോൾ സെക്ഷൻ 2 ക്ലോസ് ഡിയിൽ പറയുന്നത് എന്താണ്? കൺസിഡറേഷനെ പറ്റിയാണ് പറയുന്നത്. അടുത്തത് സെക്ഷൻ 2 ക്ലോസ് ഇ ആണ്. ഇതിലാണ് എഗ്രിമെൻറ്റ്. എന്താണ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്? എവറി പ്രോമിസ് ആൻഡ് എവറി സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിങ് ദി കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ ഈസ് കോൾഡ് എഗ്രിമെൻറ്റ്. അതായത് പ്രോമിസിൽ കൺസിഡറേഷൻ വരുമ്പോൾ അതെന്തായി മാറുന്നു? എഗ്രിമെൻ്റ് ആയിട്ട് മാറുന്നു. ഇനി സെക്ഷൻ 2 ക്ലോസ് ജി പറയുന്നത് വോയിഡ് എന്താണെന്നാണ്. അൻ എഗ്രിമെൻറ്റ് നോട്ട് എൻഫോഴ്സബിൾ ബൈ ലോ ഈസ് ഡിക്ലെയർഡ് ടു ബി വോയിഡ്. ലോ വഴി എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത എഗ്രിമെൻ്റാണ് വോയിഡ് എഗ്രിമെൻറ്റ്സ്. അതിനുശേഷം സെക്ഷൻ 2 ക്ലോസ് എച്ചിലാണ് കോൺട്രാക്റ്റ് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതായത് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ അൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സബിൾ ബൈ ലോ. ലോ വഴി എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന എഗ്രിമെൻ്റാണ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. സെക്ഷൻ 2 ക്ലോസ് ഐയിൽ വോയിഡബിൾ കോൺട്രാക്റ്റിനെ പറ്റിയാണ് പറയുന്നത്. അൻ എഗ്രിമെൻറ്റ് വിച്ച് ഈസ് എൻഫോഴ്സബിൾ ബൈ ലോ at the option of one or more of the parties thereto, but not the option of other or others, is a voidable contract. അടുത്ത സെക്ഷൻ 10ലാണ് വാട്ട് എഗ്രിമെൻറ്റ്സ് ആർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതായത് എല്ലാ എഗ്രിമെൻറ്റും കോൺട്രാക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഏതൊക്കെ എഗ്രിമെൻറ്റ്സ് ആണ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് സെക്ഷൻ 10ലാണ്. All agreements are contract if they are made by the free consent of parties competent to contract for a lawful consideration and with a lawful object and are not hereby expressly declared to be void. അതായത് അതൊന്ന് ഫ്രീ കൺസെൻറ്റ് ഓഫ് പാർട്ടീസ് ആയിരിക്കണം. അതുപോലെ തന്നെ ഈ പാർട്ടീസ് കോമ്പീറ്റൻ്റ് ആയിരിക്കണം, ലോഫുൾ കൺസിഡറേഷൻ ആയിരിക്കണം, ലോഫുൾ ഒബ്ജക്റ്റ് ആയിരിക്കണം, ആൻഡ് ഇറ്റ് നോട്ട് ഡിക്ലെയർഡ് ടു ബി വോയിഡ്. ഇത്തരം കാര്യം സാറ്റിസ്ഫൈ ചെയ്താലാണ് ഒരു എഗ്രിമെൻറ്റ് കോൺട്രാക്റ്റ് ആയിട്ട് മാറുള്ളൂ. ഇനി സെക്ഷൻ 11ലാണ് ഹൂ ആർ കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ മോളിൽ പറഞ്ഞ ഒരു പോയിൻ്റാണ് കോമ്പീറ്റൻസി ഓഫ് പാർട്ടീസ്. അപ്പം ആരൊക്കെയാണ് കോമ്പീറ്റൻ്റ് ആയിട്ടുള്ളത്? എവറി പേഴ്സൺ ഈസ് കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്ട് ഹൂ ഈസ് ഓഫ് ദി ഏജ് ഓഫ് മജോറിറ്റി അക്കോർഡിംഗ് ടു ദി ലോ ടു വിച്ച് ഹീ സബ്ജക്റ്റ്. മജോറിറ്റി അറ്റൈൻ ചെയ്തിരിക്കണം, മൈനർ ആകരുത്. ആൻഡ് ഹൂ ഈസ് ഓഫ് സൗണ്ട് മൈൻഡ് ആയിരിക്കണം. ആൻഡ് ഈസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്റ്റിംഗ് ബൈ എനി ലോ ടു വിച്ച് ഹീ ഈസ് സബ്ജക്റ്റ്. അപ്പോൾ ഏതെങ്കിലും ഒരു ലോ വഴി ഈ പറഞ്ഞ ആൾ കോൺട്രാക്റ്റ് ചെയ്യുന്നതിൽ നിന്നും ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഈ ലോ വഴി ഈ പറഞ്ഞ ആൾ കോൺട്രാക്റ്റ് ചെയ്യാൻ ക്വാളിഫൈഡ് അല്ലെങ്കിൽ ഇയാൾ എന്താണ്? കോമ്പീറ്റൻ്റ് അല്ല എന്നാണ് ഇതിൽ പറയുന്നത്. അടുത്ത നോക്കാം. സെക്ഷൻ 124 ആണ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെമിനിറ്റിയെ പറ്റി പറയുന്നത്. എ കോൺട്രാക്ട് ബൈ വിച്ച് വൺ പാർട്ടി പ്രോമിസസ് ടു സേവ് ദി അതർ ഫ്രം ലോസ് കോസ്റ്റ് ടു ഹിം ബൈ ദ കോൺട്രാക്ട് ഓഫ് ദ പ്രോമിസർ ഹിംസെൽഫ് ഓർ ബൈ ദ കണ്ടക്ട് ഓഫ് എനി അതർ പേഴ്സൺ ഈസ് കോൾഡ് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി. അതായത് ഒരാൾ പ്രോമിസ് ചെയ്യാണ് മറ്റൊരാൾക്ക് ഉണ്ടാകുന്ന ലോസിൽ നിന്നും അയാളെ സേവ് ചെയ്യുമെന്ന് ഒരാൾ കോൺട്രാക്റ്റിൽ പ്രോമിസ് ചെയ്താൽ ഈ കോൺട്രാക്റ്റിന് എന്ത് പറയാം? കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി എന്ന് പറയാം. ഇൻഡെമിനിഫയർ എന്ന് പറഞ്ഞാൽ ഹൂ പ്രോമിസസ് ടു സേവ് ഫ്രം ലോസ്. ആരാണോ ലോസിൽ നിന്നും സേവ് ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്യുന്നത് അയാളാണ് ഇൻഡെമിനിഫയർ. ഇൻഡെമിനിഫൈഡ് അല്ലെങ്കിൽ ഇൻഡെമിനിറ്റി ഹോൾഡർ എന്ന് പറയുന്ന ഹൂസ് ലോസ് ഈസ് മെയ്ഡ് ടു ബി ക്ലിയർഡ്. ആരുടെ ലോസാണോ സേവ് ചെയ്യാമെന്ന് പറയുന്നത് അയാളാണ് ഇൻഡെമിനിറ്റി ഹോൾഡർ എന്ന് പറയുന്നത്. അടുത്ത സെക്ഷൻ 126 ആണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി, ഷുവർട്ടി, പ്രിൻസിപ്പൽ, ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ. അതായത് ഒരു കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഈസ് എ കോൺട്രാക്ട് ടു പെർഫോം ദി പ്രോമിസ് ഓർ ഡിസ്ചാർജ് ദി ലയബിലിറ്റി ഓഫ് എ തേർഡ് പേഴ്സൺ ഇൻ കേസ് ഓഫ് ഹിസ് ഡിഫോൾട്ട്. ആൻഡ് ദ പേഴ്സൺ ഹു ഗീവ്സ് ദി ഗ്യാരണ്ടി ഈസ് കോൾഡ് ഷുവർട്ടി. അതായത് ഗ്യാരണ്ടി കൊടുക്കുന്ന ആളാണ് ഷുവർട്ടി. ആൻഡ് ദ പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് ഹൂസ് ഡിഫോൾട്ട് ദ ഗ്യാരണ്ടി ഈസ് ഗിവൺ. ആരുടെ ഡിഫോൾട്ടിലാണോ ഗ്യാരണ്ടി കൊടുക്കുന്നത് അയാളാണ് പ്രിൻസിപ്പൽ, ഡെപ്റ്റർ എന്ന് പറയുന്നത്. ആൻഡ് ദ പേഴ്സൺ ടു ഹോം ദ ഗ്യാരണ്ടി ഈസ് ഗിവൺ. ആർക്കാണോ ഗ്യാരണ്ടി കൊടുക്കുന്നത് അയാളാണ് ക്രെഡിറ്റർ. ആൻഡ് എ ഗ്യാരണ്ടി മേ ബി എയ്തർ ഓറൽ ഓർ റിട്ടൺ ആയിരിക്കാം. അപ്പോൾ പ്രിൻസിപ്പൽ, ഡെപ്റ്റർ ഉണ്ട്, ഷുവർട്ടി ഉണ്ട്, ക്രെഡിറ്റർ ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് മാത്രമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് യുണൈറ്റഡ് നേഷൻസിനെ പറ്റിയാണ്. യുണൈറ്റഡ് നേഷൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മെയിൻറ്റെയിനിങ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, പ്രൊട്ടക്റ്റിംഗ് ഹ്യൂമൻ റൈറ്റ്സ്, ഡെലിവറിങ് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്,
പ്രൊമോട്ടിംഗ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് അപ്ഹോൾഡിംഗ് ഇൻ്റർനാഷണൽ ലോസ്. ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഫൗണ്ടിങ് ടൈമിൽ UN 51 മെമ്പർ സ്റ്റേറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 5 പ്രിൻസിപ്പൽ ഓർഗൻസ് ആണ് ഇതിനുള്ളത്. ഒന്ന് ജനറൽ അസംബ്ലി ഉണ്ട്, യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ ഉണ്ട്, എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ ഉണ്ട്, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഉണ്ട്, അതുപോലെ യുണൈറ്റഡ് നേഷൻ സെക്രട്ടേറിയറ്റ്. UN ഫൗണ്ട് ചെയ്തത് 24 ഒക്ടോബർ 1945 സാൻ ഫ്രാൻസിസ്കോയിൽ. UN ഡേ എന്നറിയപ്പെടുന്നത് October 24 ആണ്. ഇനി യുണൈറ്റഡ് നേഷൻസിൻ്റെ ഹെഡ് ക്വാർട്ടർ ന്യൂയോർക്കിലാണ്. ഇപ്പോഴത്തെ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ്. ഫസ്റ്റ് സെക്രട്ടറി ജനറൽ ഓഫ് UN എന്നറിയപ്പെടുന്നത് ട്രൈക്വെയിലിയാണ് ഫ്രം നോർവേ. ഇനി UNൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജസ് 6 എണ്ണമാണ്: അറബിക്, ചൈനീസ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ ആൻഡ് സ്പാനിഷ്. ഇനി നോക്കുന്നത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസും അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നാണ്. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടർ ന്യൂയോർക്കാണ്, USA. യുനിസെഫ്, യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് എമർജൻസി ഫണ്ടാണ്, ന്യൂയോർക്കാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ഹെഡ് ക്വാർട്ടർ വാഷിങ്ടൺ DC ആണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ദെൻ വേൾഡ് ബാങ്ക് വാഷിങ്ടൺ DC. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO ജനീവയാണ്, സ്വിറ്റ്സർലാൻഡ്. ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും ജനീവ, സ്വിറ്റ്സർലാൻഡ്. ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ് ജനീവയാണ്. ദെൻ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ജനീവയാണ്. അടുത്തത് വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ ജനീവ. ദെൻ വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷനും സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ്. ദെൻ യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ യുനെസ്കോ. യുനെസ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഫ്രാൻസിലെ പാരീസ് ആണ്. ദെൻ ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് പാരീസ് ആണ്. യുണൈറ്റഡ് നേഷൻസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം വിയന്നയാണ്, ഓസ്ട്രിയയിൽ. ഇനി ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഹെഡ് ക്വാർട്ടേഴ്സ് വിയന്ന, ഓസ്ട്രിയ. അടുത്ത ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് ഒപെക്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും ഓസ്ട്രിയയിലെ വിയന്നയാണ്. അടുത്തത് ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് UK ലണ്ടൻ ആണ്. അടുത്ത കോമൺവെൽത്ത് ഓഫ് നേഷൻസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് UK ലണ്ടൻ. ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും ലണ്ടനാണ്. അടുത്ത ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇറ്റലി, റോമാണ്, ഇറ്റലിയിലെ റോം. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നാറ്റോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ബ്രസൽസ് ഇൻ ബെൽജിയം. അടുത്ത യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബേൺ ആണ്, സ്വിറ്റ്സർലാൻഡ്. അടുത്തത് ആസിയാൻ, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇന്തോനേഷ്യയിലെ ജക്കാർത്തയാണ്. അടുത്ത സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷനാണ്, സാർക്ക്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കാത്മണ്ഡു ആണ്, നേപ്പാൾ. ദെൻ ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ ഹെഡ് ക്വാർട്ടേഴ്സ് ഇബേൺ ആണ്, മൗറീഷ്യസ്. ദെൻ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡ് ആണ്. ദെൻ ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലോസന്ന, സ്വിറ്റ്സർലാൻഡ്. വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയാണ്. ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCNൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഗ്ലാൻഡ് ആണ്, സ്വിറ്റ്സർലാൻഡ്. അടുത്തത് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റൽ പ്രോഗ്രാം UNEPയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കെനിയയിലെ നൈറോബി. യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണേഴ്സ് ഫോർ റെഫ്യൂജീസ് UNHCR ജനീവയാണ്. ദെൻ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം UNDPയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂയോർക്കാണ്. ദെൻ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഹേഗാണ്, നെതർലാൻഡ്സിലെ ഹേഗാണ്. ദെൻ വേൾഡ് ഫുഡ് പ്രോഗ്രാമിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് റോം, ഇറ്റലി. അടുത്ത് നോക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ പറ്റിയാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറഞ്ഞാൽ ദിസ് ബോഡീസ് ആർ ഇമ്പോർട്ടൻറ്റ് ബോഡീസ് ഇൻ ഇന്ത്യ that derive their powers and authorities from the Indian Constitution. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും പവറും അതോറിറ്റിയും കിട്ടിയിട്ടുള്ള ബോഡീസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വഴി ഫോം ചെയ്തിട്ടുള്ള ബോഡീസാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്നത്.
They are specifically mentioned in the Constitution, and any change in the mechanism of these bodies would require a constitutional amendment. ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിന് എക്സാമ്പിൾ നോക്കാം. ഫിനാൻസ് കമ്മീഷൻ, UPSC, ഇലക്ഷൻ കമ്മീഷൻ, CAG, നാഷണൽ കമ്മീഷൻ ഫോർ SC ആൻഡ് ST, etc. ആർ എക്സാമ്പിൾസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. അടുത്തത് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആണ്. ദീസ് ആർ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആസ് ദേ ഡു നോട്ട് ഫൈൻഡ് എനി മെൻഷൻ ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറഞ്ഞാൽ അവർക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ഒന്നും ചെയ്യാത്ത ബോഡീസാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ ഓൾസോ ഇമ്പോർട്ടൻറ്റ് ബോഡീസ് ഡ്യൂ ടു ദെയർ ഫങ്ഷൻ. ദേ ആർ ക്രിയേറ്റഡ് ബൈ ആൻ ആക്ട് ഓഫ് പാർലമെൻറ്റ്. പാർലമെൻറ്റിൽ എനാക്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ആക്ട് വഴിയാണ് ഈ ബോഡീസ് ഫോം ചെയ്തിട്ടുള്ളത്. ദേ ആർ കോൾഡ് സ്റ്റാറ്റ്യൂട്ടറി സിൻസ് സ്റ്റാറ്റ്യൂട്ട്സ് ആർ ലോസ് മെയ്ഡ് ബൈ ദ പാർലമെൻറ്റ് ഓർ ദി ലെജിസ്ലേച്ചർ. അപ്പോൾ പാർലമെൻറ്റ് മെയ്ഡ് ചെയ്തിട്ടുള്ള ലോസിനെയാണ് സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ഈ സ്റ്റാറ്റ്യൂട്ട് വഴി ഫോം ചെയ്യുന്ന ബോഡീസാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറയുന്നത്. സിൻസ് ദീസ് ബോഡീസ് ഡിറൈവ് ദെയർ പവർ ഫ്രം സ്റ്റാറ്റ്യൂട്ട്സ് ഓർ ലോസ് മെയ്ഡ് ബൈ ദ പാർലമെൻറ്റ്, ദേ ആർ നോൺ ആസ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്. ഇനി ഏതൊക്കെയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് നോക്കാം. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇത് ഫോം ചെയ്തിട്ടുള്ള SCBI ആക്ട് 1992 നിന്നുമാണ്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഫോം ചെയ്തിട്ടുള്ളത് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 നിന്നുമാണ്. ദെൻ നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ആക്ട് 1990 നിന്നുമാണ് നാഷണൽ കമ്മീഷൻസ് ഫോർ വിമൻ ഫോം ചെയ്തത്. ദെൻ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ഫോം ചെയ്തിട്ടുള്ളത് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് 1992. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഫോം ചെയ്തിട്ടുള്ളതും നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട് 2010 നിന്നുമാണ്. അടുത്തത് ആംഡ് ഫോഴ്സസ് ട്രൈബ്യൂണൽ ഫോം ചെയ്തത് ആംഡ് ഫോഴ്സസ് ട്രൈബ്യൂണൽ ആക്ട് 2007. അടുത്തത് സെൻട്രൽ വിജിലൻസ് കമ്മീഷനാണ്. ഫോം ചെയ്തത് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആക്ട് 2003 വഴിയാണ്. അടുത്തത് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, അതുപോലെ നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി. ഇതെല്ലാം ഓരോ ആക്ട് വഴി സ്റ്റാറ്റ്യൂട്ട് വഴി ഫോം ചെയ്തിട്ടുള്ള കമ്മീഷൻസാണ്. അടുത്ത എക്സിക്യൂട്ടീവ് ബോഡീസ്. എക്സിക്യൂട്ടീവ് ബോഡീസ് എന്ന് പറയുന്നത് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആണ്. ദീസ് ആർ നോട്ട് മെൻഷൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് നോട്ട് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആൻ ആക്ട് ഓഫ് പാർലമെൻറ്റ്. കോൺസ്റ്റിറ്റ്യൂഷനിലും പറഞ്ഞിട്ടില്ല, ആക്ട് വഴി ഫോം ചെയ്തിട്ടുള്ളതുമല്ല. ദേ ആർ ഫോംഡ് ബൈ എക്സിക്യൂട്ടീവ് റെസൊല്യൂഷൻ ഓർ ആക്ഷൻ, വിച്ച് മീൻസ് ദാറ്റ് ദേ ആർ ഫോംഡ് ബൈ ഗവൺമെൻറ്റ്സ് ആക്ഷൻ ഓൺലി. ഇതിന് എക്സാമ്പിൾ നീതി ആയോഗ്, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, എക്സെട്ര. അടുത്തത് ജുഡീഷ്യൽ ബോഡീസ് ആണ്. ജുഡീഷ്യൽ ബോഡീസ് ആർ കോർട്സ് ഇൻ ഇന്ത്യ ആൻഡ് ദെയർ ചീഫ് ഒബ്ജക്റ്റീവ് ഈസ് ടു പ്രൊവൈഡ് ജസ്റ്റിസ് ബൈ ഫോളോയിങ് ദി ലോസ് ഓഫ് ദ ലാൻഡ്. അടുത്ത നോക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ട്സും അത് എനാക്ട് ചെയ്ത ഇയറുമാണ്. ഫസ്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് വന്നത് 1951 റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട്. അടുത്തത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് വന്നത് 2005. Then Road Safety and Motor Vehicles Amendment Bill 2019, Wildlife Protection Act 1972, then Biological Diversity Act 2002, then Environment Protection Act important ആണ് 1986 വന്നത്. അടുത്ത എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1981, then ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. അടുത്ത ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927, എനർജി കൺസർവേഷൻ ആക്ട് 2001, അതുപോലെ ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് വന്നത് 1856, ചൈൽഡ് മാരേജ് റിസ്ട്രെയിൻമെൻറ്റ് ആക്ട് വന്നത് 1929, ദെൻ മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജ് ആക്ട് വന്നത് 2019 ട്രിപ്പിൾ തലാഖ് ആക്ട്. അടുത്തത് ദി ഫസ്റ്റ് സ്പീക്കർ ഓഫ് ലോക്സഭ. ലോക്സഭയിലെ ആദ്യത്തെ സ്പീക്കർ GV മൗലാങ്കർ ആണ്. ഹി വാസ് ദ സ്പീക്കർ ടിൽ February 1956. ദെൻ ഫസ്റ്റ് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലോക്സഭ MA അയ്യങ്കാർ ആൻഡ് ദ സെക്രട്ടറി ജനറൽ വാസ് MN കൗൾ. ദെൻ ഇന്ത്യയുടെ
ഫസ്റ്റ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് MC സെറ്റൽവാദ് ആണ്. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയാണ് ഫസ്റ്റ് വിമൺ ടു പ്രസൻറ്റ് ദി ബഡ്ജറ്റ് ഓഫ് ഇന്ത്യ ഇൻ ദി പാർലമെൻറ്റ്. ഇനി ഫസ്റ്റ് വിമൺ മിനിസ്റ്റർ ഇൻ ഇന്ത്യൻ യൂണിയൻ അമൃത് കൗറാണ്. ഷീ വാസ് ദി ഹെൽത്ത് മിനിസ്റ്റർ. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറൽ എന്നറിയപ്പെടുന്നത് KP ദണ്ഡപാണിയാണ്. അടുത്തത് നോക്കുന്നത് 2021 നോബൽ പ്രൈസ് വിന്നേഴ്സ് ആരൊക്കെയാണെന്നാണ്. ലിറ്ററേച്ചറിൽ നോബൽ പ്രൈസ് വിന്നർ അബ്ദുൾ റസാഖ് ഖുർണയാണ്. ദെൻ പീസിൽ 2 പേർക്ക് കിട്ടി. ഒന്ന് ഡിമിട്രി മുറാദോവ് ആൻഡ് മരിയ റെസ്സ. ഇവർക്ക് 2 പേർക്കാണ് പീസിൽ നോബൽ പ്രൈസ് ലഭിച്ചത്. അടുത്തത് നെക്സ്റ്റ് ഫിസിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയത് ക്ലോസ് ഹെസൽമാൻ, ജിയോർജിയോ പാരിസി ആൻഡ് സ്യൂക്കോറോ മനാബെ. ഇവർക്ക് 3 പേർക്കാണ് ഫിസിക്സിൽ കിട്ടിയത്. ആൻഡ് കെമിസ്ട്രിയിൽ ബെഞ്ചമിൻ ലിസ്റ്റ്, അതുപോലെ ഡേവിഡ് മാക്മില്യൻ. ഇവർക്ക് 2 പേർക്കാണ് കെമിസ്ട്രിയിൽ നോബൽ പ്രൈസ് 2021 ലഭിച്ചത്. ദെൻ മെഡിസിൻ്റെ ഫീൽഡിൽ വരുവാണെങ്കിൽ ആർഡം പാറ്റപൗട്ടിയൻ ആൻഡ് ഡേവിഡ് ജൂലിയസ് 2 പേർക്കുമായിരുന്നു മെഡിസിനിൽ നോബൽ പ്രൈസ് കിട്ടിയത്. ഇനി എക്കണോമിക്സിൽ വരുവാണെങ്കിൽ ഗെയ്ഡോ ഇംപെൻസ്, ഡേവിഡ് കാർഡ് ആൻഡ് ജോഷുവ ആൻക്രിസ്റ്റ്. ഇവർ 3 പേരുമായിരുന്നു നോബൽ പ്രൈസ് വിന്നേഴ്സ് ഇൻ എക്കണോമിക്സ്. ഇനി നമ്മൾ നോക്കുന്നത് ഇൻഡിപെൻഡൻസിന് മുന്നേ ഉണ്ടായിട്ടുള്ള കുറേ നാഷണൽ മൂവ്മെൻറ്റുകളാണ് ഇന്ത്യയിലുണ്ടായിട്ടുള്ള. 1885 1947 ഇടയ്ക്ക് ഇന്ത്യയിലുണ്ടായിട്ടുള്ള നാഷണൽ മൂവ്മെൻറ്റുകളാണ്. ആദ്യം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫൗണ്ട് ചെയ്തത് 28 ഡിസംബർ 1885 അതിനുശേഷം സ്വദേശി ആൻഡ് ബോയ്ക്കോട്ട് റെസൊല്യൂഷൻ വന്നു. സ്വദേശി മൂവ്മെൻറ്റ് അത് 1905 ദെൻ മുസ്ലിം ലീഗ് ഫൗണ്ട് ചെയ്യുന്ന 1906 ഖാദർ മൂവ്മെൻറ്റ് നടക്കുന്നത് 1913 ഈ ഹോം റൂൾ മൂവ്മെൻറ്റ് ഏപ്രിൽ 1916 ദെൻ ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത് 1917 അതുപോലെ ഖേദ സത്യാഗ്രഹം 1917 നടക്കുന്നത്. അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് നടക്കുന്നത് 1918. ഇനി റൗലറ്റ് ആക്ട് സത്യാഗ്രഹ ഫെബ്രുവരി 1919 നടക്കുന്നത്. ജാലിയൻവാലാബാഗ് മസാക്ര നടന്നത് അമൃത്സറിൽ ഏപ്രിൽ 13, 1919 ഇനി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നടന്ന ഇയർ 1920 അതുപോലെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് 1930. ദണ്ഡി മാർച്ച് സോൾട്ട് സത്യാഗ്രഹം നടന്നത് മാർച്ച് 12, 1930. അതുപോലെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടക്കുന്നത് 1942 ഓഗസ്റ്റ് 8. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇയർ എന്ന് പറയുന്ന മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള. ഇനി റിവോൾട്ട് ഓഫ് 1857 വാസ് ദ ഫസ്റ്റ് എവർ വാർ ഫോർ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് മുന്നോടിയായിട്ടുള്ള ആദ്യത്തെ വാർ എന്ന് പറയുന്നത് 1857 റിവോൾട്ടായിരുന്നു. ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് ഓൺ May 10, 1857 അറ്റ് മീററ്റിലാണ് അത് തുടക്കം കുറിക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് ദ ഫസ്റ്റ് ലാർജ് സ്കെയിൽ റിബല്യൻ എഗനസ്റ്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ദെൻ ഫസ്റ്റ് സത്യാഗ്രഹ മൂവ്മെൻറ്റ് വാസ് ലെഡ് ബൈ മഹാത്മാഗാന്ധി ഇൻ ദി ചമ്പാരൻ ഡിസ്ട്രിക്റ്റ് ഓഫ് ബീഹാർ ഇൻ ദി ഇയർ 1970. അടുത്തത് നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് ആണ്. ഇത് ഒഫീഷ്യലി ലോഞ്ച് ചെയ്തത് ഖിലാഫത്ത് കമ്മിറ്റി ഇൻ ഓഗസ്റ്റ് 1920 and also Indian National Congress adopted the movement in December 1920 after their Nagpur session. അതുപോലെ തന്നെ കൺട്രിയുടെ എക്കണോമിക് കണ്ടീഷൻസും ഒപ്പം മേജർ ഇൻസിഡൻസ് ആയിട്ടുള്ള ജാലിയൻവാലാബാഗ് മസാക്രെ, റൗലത്ത് ആക്ട് ഇതെല്ലാമാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് വലിയൊരു നാഷണൽ മൂവ്മെൻറ്റായിട്ട് മാറാനുള്ള കാരണമെന്ന് പറയുന്നത്. പിന്നെ ഫെബ്രുവരി 5, 1922 ചൗരി ചൗര ഇൻസിഡൻറ്റ് നടക്കുന്നത്. ആൻഡ് ചൗരി ചൗര ഇൻസിഡൻറ്റ് ടുക്ക് പ്ലേസ് വെയർ ഇൻ ദ പോലീസ് സ്റ്റേഷൻ അലോങ് വിത്ത് 22 പോലീസ്മെൻ ഇൻസൈഡ് ഇറ്റ് വാസ് ബേൺഡ്. ആൻഡ് ദിസ് ലെഡ് ടു കോൾ ഓഫ് ദിസ് നാഷണൽ മൂവ്മെൻറ്റ് ബൈ മഹാത്മാഗാന്ധി.